ഹായ്. എംപുരാൻ വീണ്ടും വീണ്ടും എമ്പുരാൻ്റെ അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമാ പ്രേമികൾ എന്നെപ്പോലെയുള്ള സിനിമാ പ്രേമികളെല്ലാം എമ്പുരാൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും എല്ലാ പ്രസ് മീറ്റുകളും ഇങ്ങനെ എല്ലാ ലാംഗ്വേജിലും ഇരുന്നിരുന്ന് വൺ ബൈ വൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് ഓരോന്ന് കാണുമ്പോൾ ഇത് നമ്മൾ കണ്ടതാണോ എന്നുള്ള സംശയത്തിലൊക്കെയാണ്. പിന്നെ അതിൻ്റെ തമ്പനയിലും അതിൻ്റെ എത്ര മണിക്കൂർ മുന്നേ അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി കട്ട്സ് ഈ ഇൻ്റർവ്യൂസിൻ്റെ കുറേ കട്ട്സ് ഇപ്പം തന്നെ നിറഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഏത് പേജ് സ്ക്രോൾ ഡൗൺ ചെയ്താലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അപ്ഡേറ്റ്സും എമ്പുരാൻ്റെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മാര് തൂക്കാണ് തൂക്കിയിരിക്കുന്നത്. ഒരാൾ പോലും പ്രതീക്ഷിച്ചില്ല ഇമ്മാര് തൂക്കും എന്നുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് തൂക്ക് വന്ന് +58+ CR ആണ്, കോടിയാണ്. ഇതിൻ്റെ പ്രീ സെയിലായിട്ട് സൺഡേ വരെയുള്ള ബുക്കിംഗാണ്. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 4 ദിവസത്തെ ബുക്കിങ്ങിൽ പ്രീ സെയിലായിട്ട് മാത്രം തിയേറ്റർ കളക്ഷൻ വരാൻ പോകുന്നത് 58+ കോടി ആണെന്നുള്ളതാണ്. ആശീർവാദ് സിനിമാസ്, ആൻ്റണി പെരുമ്പാവൂർ, ലാലേട്ടൻ, അങ്ങനെ പൃഥ്വിരാജ് ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജിൽ ഈ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു. പല ആൾക്കാരും തള്ളാണ്, കുള്ളാണ്, കള്ളാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് മോങ്ങുന്നുണ്ട്. പണ്ട് എന്തോ പറഞ്ഞെന്നോ എന്ത് ചെയ്തെന്നോ. ഈ ചങ്ങായി ഇത് ശരിക്കും ഇവന്മാർ പൊട്ടന്മാരായതുകൊണ്ടല്ലേ, ഇവർക്കറിയാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. പിന്നെ ഇതിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പല മടിയുണ്ട്, അത്രയുള്ള വിഷയമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രീസെയിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഓവർസീസ് റൈറ്റ്സോ കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. സാറ്റലൈറ്റ് റൈറ്റോ അല്ലെങ്കിൽ ഓവർസീസ് റൈറ്റോ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. ജസ്റ്റ് തിയേറ്ററിൽ നിന്ന് ബുക്കിംഗ് മാത്രം വന്നിരിക്കുന്ന കളക്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പടം ഇറങ്ങിയിട്ടില്ല. ഇനി അതിൻ്റെ കൂട്ടത്തിൽ പോസിറ്റീവും കൂടിയാണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. കാര്യം ലാലേട്ടൻ്റെ പടങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും കളക്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ പോസിറ്റീവും കൂടി വന്നു കഴിഞ്ഞാൽ ഈ കണ്ടവർ തന്നെ പല പ്രാവശ്യം കാണും. ലാലേട്ടൻ്റെ സിനിമകളിൽ അങ്ങനെ ഭയങ്കര പ്രത്യേകതയുണ്ട്. നമ്മൾ വേറൊരാളുടെയൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ കണ്ടു, അത്രേ ഉള്ളൂ. ലാലേട്ടൻ്റെ സിനിമ വീണ്ടും കാണാനുള്ള ഒരു മാജിക് ഉണ്ട്. അയാൾ തന്നെ പറയുന്ന പോലെ ഒരു വല്ലാത്തൊരു മാജിക് ഉണ്ട് പുള്ളിക്ക്. അത് പുള്ളിനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നമ്മൾ. അപ്പോൾ അതാണ് അതിൻ്റെ വേറൊരു സംഭവം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ വേറെ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. ഹൈദരാബാദിലൊരു പ്രസ് മീറ്റിൽ ഏതൊരു ചാനലിൻ്റെ പുള്ളിക്കാരത്തി വന്ന് ചോദിക്കുവാണ്. അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറോട് ചോദിക്കുകയാണ്. ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് ഒന്ന് ഹൈദരാബാദിൽ പ്രൊഡ്യൂസർ ദിൽരാജുവാണ്. ദിൽരാജുവിനായിട്ട് അവിടെയുള്ള ഒരു പുള്ളിക്കാരത്തി എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ചോദിക്കുന്നത്, ഒരു മലയാള സിനിമയെ നിങ്ങൾ ഇത്രയും വലിയ പ്രൊമോഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ ഈ ആന്ധ്രാപ്രദേശിൽ അല്ലെങ്കിൽ തെലുങ്കാനയിൽ എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത്. അതെന്ത് ചോദ്യമാണ്? ഇവർ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും ചെല്ലുന്നത്? ശരിക്കും അത് അങ്ങനെ ഒരു ചോദ്യം ഇവിടെ നമ്മുടെ മലയാളത്തിൽ ആരും ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആ സമയത്ത് തന്നെ പൃഥ്വിരാജിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു, മാഡം ഞാനാണ് KGF 2-ഉം സാലാറും കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്നുള്ളത്, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണെന്നുള്ളത് ഉടനെ മറുപടി കൊടുത്തു. അതേപോലെ ലാലേട്ടൻ പറഞ്ഞു പുഷ്പേൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ലാലേട്ടൻ ചെന്നിട്ടുണ്ടായിരുന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിച്ചു. പിന്നെ മറ്റേ പുള്ളിയും പറഞ്ഞു, ഇതിൻ്റെ ദിൽരാജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസറും കൂടി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറും കൂടി പുള്ളിയും പറഞ്ഞു. ഇങ്ങനെയാണ് ആൾക്കാർക്ക്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ശരിക്കും അത് എനിക്ക് തോന്നുന്നത് പ്യൂർ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കൺസീവ്നെസ്, നമ്മൾ ഓരോ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടി വൈഡറായിട്ടാണ് എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നത്. പല കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത്, അതുകൊണ്ടാണ് നമ്മൾക്ക് ഏത് കാര്യം നല്ലത് എവിടെ കണ്ടാലും നമ്മൾ ചൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വളരുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വേര് പറിച്ച് നമ്മുടെ അടുത്ത സ്ഥലങ്ങളിൽ പോയി നമ്മൾ കൈയടക്കുന്നതും നമ്മൾ വളരുന്നതും നമ്മൾ ജീവിക്കുന്നതും എല്ലാ കാര്യങ്ങളും അനുഭവിക്കുന്നതും ഇതെല്ലാത്തിനും ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. നമ്മളെല്ലാത്തിനെയും തുറന്ന മനസ്സോടുകൂടി അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അതിൽ നല്ലതിനെ എടുക്കാൻ നമ്മൾ ഏത് വഴിയും നോക്കും. നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. അത് എനിക്ക് ഈ പ്രസ് മീറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. അതേപോലെ തന്നെ ഹോംബാലയാണ് കർണാടകത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഏതൊരു പേജിൽ എവിടേക്ക് വന്നിട്ടുണ്ട്. അതായത് ആ പടം 1000 സ്ക്രീനിലായിട്ടുണ്ട് കർണാടകത്തിൽ. ഹെവി ബുക്കിംഗ് കർണാടകത്തിൽ വന്നിട്ടുണ്ട്. കാര്യം ഒത്തിരി മലയാളികൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കർണാടകം. കേരളം വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു സിറ്റിയിലൊന്ന് കർണാടകമാണ്, ബാംഗ്ലൂരാണ്. അതേപോലെ ഡൽഹിയിൽ നല്ല ഹൈ ബുക്കിംഗ് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഹൈദരാബാദിലുണ്ട്, ഗുജറാത്തിലുണ്ട്, ചെന്നൈയിലൊക്കെ നല്ല ഇത് വരുന്നുണ്ട്, സെയിൽ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെ മലയാളികൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് നല്ല രീതിയിൽ അതിൻ്റെ എമ്പുരാൻ്റെ ബുക്കിങ്ങിൽ അത് കാണാനുമുണ്ട്. അപ്പോൾ 1000 സ്ക്രീനിലാണ് കർണാടകത്തിൽ പടം പോകുന്നത്. അവർ ഈ മലയാളം പടം തന്നെയാണ് തോന്നുന്നത് അവിടെ ഡയറക്റ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എന്തൊക്കെയോ കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ അവിടെ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ ഈ പടത്തിന് എങ്ങനെയെങ്കിലും നെഗറ്റീവ് അടിപ്പിക്കണമെന്ന് പറഞ്ഞ് പണ്ടിലെ റൂമൊക്കെ എടുത്തിരുന്ന് ലാലേട്ടൻ്റെ പടത്തിന് നെഗറ്റീവ് തള്ളിക്കൊണ്ടിരുന്ന ആൾക്കാർ അവരും ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ഈ എനിക്ക് അവരെ കാണുമ്പോൾ ചിരി വരുന്നത്, നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റ് ചാനലിൽ കാണുമ്പോഴേ ഈ ചില സിംഹങ്ങളോ അല്ലെങ്കിൽ വേറെ മൃഗങ്ങളൊക്കെ ഏതെങ്കിലും മാനിനെയോ എന്തിനൊക്കെ അവരുടെ ഇരയനെ പിടിച്ചിട്ട് പോകുന്ന വഴിക്ക് ചില ഈ ഈനാമ്പേച്ചി എന്ന് പറഞ്ഞ ഒരു പട്ടിക്കൂട്ടം ഉണ്ടല്ലോ. ഈനാമ്പേച്ചിയാണ് ഒരു ചപ്രാച്ചി പട്ടിക്കൂട്ടം. ഇവന്മാർ എന്ന് വെച്ചാൽ മറ്റേവനിങ്ങനെ ചൊറിഞ്ഞ് നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ ഇടക്കൂടി കയറുന്ന പരിപാടി. ആ പരിപാടി പോലെയാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. ഇത്രയും വലിയൊരു പടം ഇത്രയും ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കണം, ഇത്രയും പ്രീ സെയിലും ബുക്കിങ്ങും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന പടം, മൊത്തത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പടം, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പടം,
അതിൻ്റെ ഇടയ്ക്ക് വന്ന് വെച്ചും അവരിങ്ങനെ ചെയ്തില്ലേ, ഇവരിങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, ഈ പടമൊക്കെ ഫ്ലോപ്പാണെന്ന് പറയുന്ന കുറേ മലയാളികളുണ്ട്. ഈ സാഡിസം എന്ന് പറഞ്ഞാൽ ഫാൻ ഫൈറ്റ് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ സാഡിസം ഒന്നും അല്ല, ഇതൊക്കെ ഒരു ഫാൻ ഫൈറ്റ് ആയിരിക്കെങ്കിലും ഈ ഒരു പടത്തിനേക്ക് വെറുതെ വിടേ. കാര്യം ഈ പടം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മോശം പടമൊന്നുമല്ല, അത് നിങ്ങൾ ഉറപ്പിച്ചോ. ഈ പടം ഒരിക്കലും ഒരു മോശം പടമല്ല. അപ്പം നമ്മളിത് പറയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇത് പടം മോശമൊന്നുമല്ല, ഇത് പോസിറ്റീവ് തന്നെയാണ് വരാൻ പോകുന്നത്, ഈ പടം കയറാൻ പോകുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പടത്തിന് ഇപ്പോൾ തന്നെ 60 കോടിക്ക് അടുത്ത് വന്നു കഴിഞ്ഞു. പിന്നെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി വേറെയാണ്. ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്, 2 ദിവസം കൂടി ബാക്കി കിടക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ബോക്സ് സിനിമാസിലുണ്ട്, ബാക്കി സ്ഥലങ്ങളിലും ഉണ്ട് ഇവിടെ ദുബായിൽ. അതിൽ ഞാൻ 2-3 സ്ഥലത്ത് നോക്കിയില്ല. ബുർജ്മാൻ മാളിൽ തന്നെ ഏകദേശം 63 ഷോയാണ് വ്യാഴാഴ്ച ഒറ്റ ദിവസം കൂടി ഉള്ളത്. അത് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ വരെ ഉള്ളത് 63 ഷോ ഉണ്ടെന്ന് ഓർക്കണം. അതേപോലെ ബാക്കി വാപ്പി മോളുണ്ട്, അവിടെ വേറെ ദേര സിറ്റി സെൻറ്റർ ഉണ്ട്, അങ്ങനെ കിടക്കുവാണ്, ദുബായ് മോളുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്ക് എത്ര ഷോസ് ഇവിടെ കളിക്കുന്നുണ്ടെന്ന് അറിയപ്പെടും. ഭയങ്കര എനിക്ക് അറിയാമല്ലോ. അപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഹെവി കളക്ഷൻ വരുന്നൊരു സ്ഥലമാണ് UAE എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര ഹെവി ബുക്കിങ്ങാണ് നടന്നിരിക്കുന്നത്. അതേപോലെ ഈ പടത്തിന് ഇപ്പോൾ 60 കോടി വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഓവർസീസ് റൈറ്റ്സ് പോയിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ UAE-GCCൻ്റെയും ബാക്കി അമേരിക്കൻ്റെയും വന്നിരിക്കുന്നത് 30 കോടിക്കാണ് അതിൻ്റെ ഓവർസീസ് റൈറ്റ്സ് പോയിരിക്കുന്നത്. അതേപോലെ മറ്റേ സിനിമയുടെ ബാക്കി ഡിസ്ട്രിബ്യൂഷൻ പോയിരിക്കുന്നത് ഷിബു ബോബിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ്സ് അതിൻ്റെ എത്ര പൈസയ്ക്കാണെന്നുള്ളത് കൺഫേം അല്ല, പക്ഷേ എങ്കിലും അത് ഒട്ടും കുറയത്തില്ല. എങ്ങനെ പോയാലും ഒരു 10, 15, 20 കോടി അല്ലെങ്കിൽ അതിലേക്ക് മേലെ ചിലപ്പോൾ പോയിട്ടുണ്ടാകാം. ഇതിലൊരു 15 കോടി എന്തായാലും അതിനകത്ത് കിട്ടുമെന്ന് വിചാരിക്കണം അതിൻ്റെ അകത്ത്. അപ്പോൾ അതിപ്പോൾ തന്നെ 100 കോടിക്ക് മേലെ ഇതിൻ്റെ പ്രീസെയിൽ കഴിഞ്ഞു. പ്രീസെയിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇത്രയും കഴിഞ്ഞു വെച്ചിരിക്കുന്നത്. ബാക്കി ഇനി തിയേറ്ററിൽ കളക്ട് ചെയ്യാൻ ഇപ്പോൾ ഫസ്റ്റ് വീക്കിലെ കളക്ഷനാണ് ഈ പറയണമെങ്കിൽ ബാക്കി എന്തായാലും പടം ഒരു 2-3 ആഴ്ചത്തേക്ക് എങ്ങനെ പോയാലും ഈ പടം കളിച്ചിരിക്കും. ഇത് പൈറേറ്റ്സ് ഇറങ്ങിയാലും ഇതിൻ്റെ കോപ്പി ഇറങ്ങിയാലും എത്രയൊക്കെ ഫേക്ക് സംഭവങ്ങൾ ഇറങ്ങിയാൽ പോലും ഈ പടം ഒരു ഹൈവി പോസിറ്റീവ് കൂടിയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇതിൻ്റെ പടങ്ങൾ ആൾക്കാർ വാച്ച് ചെയ്യും. പിന്നെ ഓക്കെ നമുക്ക് എങ്ങനെ പോയാലും ഒരു 250 ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ 250 കോടി 300 കോടി 250 കോടി ഒന്നുമില്ല, അതിനേക്കാളും മേലെ ഈ പടം പോകും. ഒരു 350 കോടി അല്ലെങ്കിൽ 400 കോടിക്ക് മേലെ പോകാൻ സാധ്യതയുള്ളതാണ്. ചിലപ്പോൾ 500 കോടിയും ടച്ച് ചെയ്യുക, അതിനുള്ള സാധ്യതകളെല്ലാം സെറ്റാണ്. ഗ്രൗണ്ട് വർക്ക് എല്ലാം കഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. സ്റ്റിൽ ആ ഗ്രൗണ്ട് വർക്കിൻ്റെ തേരോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും സെറ്റാണ്. ഇനി അങ്ങോട്ട് ഇറങ്ങിയായിട്ട് പൊളിച്ചേച്ചാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ വ്യാഴാഴ്ച രാവിലെ 4:30 വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് 4:30 ഒരു സിനിമയ്ക്ക് പോകുന്നത്. എന്തായാലും അത് പൊളിക്കും. ഓക്കെ, ബൈ ബൈ.